ഹായ് ഗായ്സ്, എല്ലാവർക്കും ടെക് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ഇൻഷോട്ടിൻ്റെ 2 വീഡിയോസും നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊളാഷ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ നമ്മളൊരു ഇമേജ് എഡിറ്റ് ചെയ്യുന്നതും. ഇന്ന് നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനാണ് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് ചില സമയത്തൊക്കെ അതിൻ്റെ മ്യൂസിക് കട്ട് ചെയ്തിട്ട് വേറെ മ്യൂസിക് ആഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമുക്കൊരു വീഡിയോൻ്റെ ഉള്ളിലത്തെ മ്യൂസിക് എക്സ്ട്രാക്ട് ചെയ്യേണ്ടി വരും. അതുപോലെ നല്ല സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഇൻഷോട്ട് ഉപയോഗിച്ച് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ നമുക്ക് ഈ ഇൻഷോട്ടിലെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇൻഷോട്ടിൻ്റെ വീഡിയോ സെക്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്കൊരു ചോദ്യം വരും, ന്യൂ ആണ് നമ്മുടെ ഡ്രാഫ്റ്റിൽ തന്നെ വേണമെന്ന്. എനിക്കത് പുതിയതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ന്യൂമ ക്ലിക്ക് ചെയ്തു. ന്യൂമ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ള വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ ഇതിൽ വരും. എൻ്റെ ഉള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പം എൻ്റെ മുമ്പത്തെ വീഡിയോ ഉണ്ട്. എൻ്റെ മുമ്പത്തെ വീഡിയോ ആണ്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ ഇതിൻ്റെ സൗണ്ട് കട്ട് ചെയ്യാൻ പോവാണ്. അത് തന്നെ ചെയ്യണത്, നമ്മളിതിൻ്റെ സൗണ്ട് കട്ട് ചെയ്തിട്ട് ഒരു മ്യൂസിക് ആഡ് ചെയ്യാൻ പോവാണ്. സൗണ്ട് കട്ട് ചെയ്യുന്നതിനായി നമ്മൾ ഈ മ്യൂസിക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അതിൽ നമ്മുടെ വീഡിയോമേ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമുക്കതിൽ നിന്ന് കുറച്ച് ഇടാം. നമുക്ക് നമ്മുടെ വോളിയം കുറഞ്ഞ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വോളിയം ഉണ്ടാവില്ല. എന്നിട്ട് ഈ വോളിയം കളഞ്ഞിട്ട് അവിടെ നമുക്കൊരു പാട്ടിടാം. ഈ പാട്ടിൽ വേണമെങ്കിൽ നമുക്കുള്ള പാട്ടുകൾ ഇടാം, അല്ലെങ്കിൽ അവർ തന്നെ നമുക്ക് ചില പാട്ടുകളും തരുന്നുണ്ട്. നമുക്ക് ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്കൊരു വീഡിയോൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പാട്ടെടുക്കാം. വീഡിയോൻ്റെ ഉള്ളിൽ നിന്ന് പാട്ടെടുക്കുന്നതിനായി എക്സ്ട്രാക്ട് ഓഡിയോ ഫ്രം വീഡിയോ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള വീഡിയോസ് എല്ലാം വരും. ഞാനിപ്പോൾ എൻ്റെ ഒരു വീഡിയോ എടുത്ത് ഒരു പാട്ട് NCSൻ്റെ ഒരു പാട്ടാണ് ഞാനിവിടെ ടിക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ആ പാട്ട് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ മേലെ നമുക്ക് മതി. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നതിനായി ആ പാട്ടുമ്മ സെലക്ട് ചെയ്യുക, ഒരു സ്പ്ലിറ്റ് കൊടുക്കുക, എന്നിട്ട് ഡിലീറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ എനിക്ക് നേരിട്ടിട്ട് എഡിറ്റിൽ പോയിട്ട് ട്രിം ചെയ്യാവുന്നതാണ്. എനിക്ക് ട്രിം ചെയ്യാനായിട്ട് ഇഷ്ടം സ്പ്ലിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനാണ്, കാരണം അതാകുമ്പോൾ ഇത്രയും എളുപ്പമാവും. ഓക്കെ കൊടുക്കാം. നമുക്ക് നമ്മുടെ പാട്ട് വെച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പാട്ടായിട്ട് സെറ്റായി കിട്ടി. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇത്രയ്ക്കുള്ളൂ. ഇനി നമുക്കിതിൽ സ്റ്റിക്കർ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അത് ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ കുറേ ആക്ഷനുള്ള സ്റ്റിക്കേഴ്സ് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു സ്റ്റിക്കറാണ് ഇതിൽ വയ്ക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഞാൻ വയ്ക്കുന്നത്. ഇവിടെ കാണാം. നമ്മൾ ടിക്ക് കൊടുക്കാം. ടിക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൻ്റെ വൃത്തം എത്ര നേരം ഇത് വേണമെന്നാണ്. നമുക്കിത് എത്ര നേരം വേണം അത്ര നേരം നമുക്കിത് വലിച്ചു നീട്ടാവുന്നതാണ്. കഴിയുന്ന വരെ ഇരിക്കുകയാണെങ്കിൽ കഴിയുന്ന വരെ നമുക്ക് വലിച്ചു നീട്ടിടാം. അതാ എങ്ങനെയുണ്ട്. ഇനി നമുക്കിതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ 2 വഴികളുണ്ട്. അതെല്ലാം ഇത് ടിക്ക് ചെയ്യുക, എന്നിട്ട് ടെക്സ്റ്റ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിക്കർ ടാബിൽ തന്നെ പോയിട്ട് അതിലിട്ട് ടെക്സ്റ്റിൽ ആഡ് ചെയ്യാം. എങ്ങനെയായാലും നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ടെക്സ്റ്റ് ആഡ് ചെയ്യാമെന്ന്. ഞാനിവിടെ ഹോം മെയ്ഡ് എന്നാണ് ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ഒഴിച്ചു. അപ്പോൾ നമുക്കിതാ ഇവിടെ ഞാൻ ടെക്സ്റ്റ് വയ്ക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ ട്രാൻസ്പെറൻസി കൂട്ടിയിടാം. അത് നമ്മൾ ഒക്കാസിറ്റിയിൽ പോയിട്ട് നമുക്കിത് കൂട്ടാവുന്നതാണ്, അതുപോലെ തന്നെ കുറയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ വീഡിയോ മൈക്ക് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടിട്ടൊരു വാട്ടർമാർക്ക് എഫക്റ്റ് പോലെ ആക്കാണ്. ഇതിൽ തന്നെ നമുക്ക് കുറേ ഫോണ്ടുകളുണ്ട്. ഞാനിപ്പോൾ ഫോണ്ടൊന്ന് മാറ്റി നോക്കാണ്. ഓക്കെ കൊടുത്തു. ഇതപ്പോൾ നമ്മുടെ ഫോണ്ടൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഇതുപോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ എന്താ ഇത്ര ഭാഗത്തേക്കായിട്ടാണ് ടെക്സ്റ്റ് വയ്ക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് അങ്ങനെ തന്നെയാണ് വരുന്നത്. നമുക്കിതിൻ്റെ ട്രാൻസ്ലേഷൻ വെച്ച് ഇത്രയും ഭംഗിയിൽ ടെക്സ്റ്റുകൾ വരുത്തണമെങ്കിൽ ടെക്സ്റ്റുമ്പോൾ ഒന്ന് ടാപ്പ് ചെയ്യുക, അല്ല എഡിറ്റുമ്പോൾ ക്ലിക്ക് ചെയ്യുക. എന്തായാലും ട്രാൻസ്ലേഷൻ സെക്ഷനിൽ പോയിട്ട്
നമുക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻസ് എടുക്കാം. നമ്മൾ ഈ ട്രാൻസിഷൻസ് അതിന് ഇത്രയും അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇതാ ഇതുപോലത്തെ ട്രാൻസിഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ലൂപ്പ് ട്രാൻസിഷൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും അങ്ങനെ തന്നെ ആയിക്കൊണ്ടേയിരിക്കും. ഇതാ ഇവിടെ കാണാം, ലൂപ്പ് ട്രാൻസിഷൻസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. കുറേ ലൂപ്പ് ട്രാൻസിഷൻസ് നമ്മൾ ഇതിൽ കിട്ടുന്നുണ്ട്. ഇതാ ഞാനിപ്പോൾ ഇതാണ് ഇടുന്നത്. അതിൻ്റെ ഡ്യൂറേഷൻ വേണമെങ്കിൽ നമുക്കിത് കൂട്ടി വയ്ക്കാം. നമ്മൾ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് സെറ്റായി കിട്ടുന്നുണ്ട്. ഇനി അടുത്തതാണ് ഫിൽറ്റേഴ്സ്. നമുക്കിവിടെ കുറേ ഫിൽറ്റേഴ്സ് ഇവിടെ തരുന്നുണ്ട്. ബ്രൈറ്റ്, സ്റ്റോറി, നാച്ചുറൽ, വാം, ഡ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറേ കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഞാനിപ്പോൾ അതിൽ ഡ്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ കൊടുത്തു. ഇനി ഇതിൽ എഫക്ട്സുകൾ നോക്കാം. നമുക്കിതിൽ എഫക്ട്സ് ആയിട്ട് കുറേ കിട്ടുന്നുണ്ട്. നമുക്ക് ഗ്ലിച്ച് കിട്ടുന്നു, അതുപോലെ തന്നെ മിറർ കിട്ടുന്നുണ്ട്, മൊസൈക്ക് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഒറിജിനലാണ് ഞാൻ വയ്ക്കുന്നത്, മാറ്റണമെന്നില്ല. ടിക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒറിജിനലായിട്ട് സെറ്റായി കിട്ടുന്നുണ്ട്. നമ്മളിവിടെ വേണമെങ്കിൽ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോൾ ബ്ലർ വേർഷനാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ അത് കളറാക്കാം, അല്ലെങ്കിൽ അതൊരു ഗ്രേഡിയൻ്റ് ആക്കാം. ഞാനിപ്പോൾ ബ്ലർ തന്നെയാണ് എടുക്കുന്നത്, കാരണം അതിൽ ഇതുവരെയും ഭംഗിയായിട്ടുള്ള. നമ്മൾ ടിക്ക് കൊടുത്തു. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്കിവിടെ 100x വരെയാണ് സ്പീഡ് വരുന്നുള്ളത്. പക്ഷേ ഇതൊരു 5 സെക്കൻഡിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ട് ഇതിൽ 4x വരെ വയ്ക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ സ്പീഡ് കൂട്ടുന്നില്ല. ഓക്കെ കൊടുത്തു. പിന്നെയുള്ള പറയുന്ന ഓപ്ഷൻസാണ് ഫ്രീസ് ഫ്രീ. നമ്മൾ ഫ്രീസ് ക്ലിക്ക് ചെയ്യുന്നതാണ്. ഇതാ നമുക്ക് ഇത്രയും ഭാഗം ഫ്രീസായി കിട്ടിയത് നമുക്ക് കാണാം. നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ അത്ര ഭാഗത്ത് മാത്രം ഫ്രീസായി കാണാൻ നമുക്ക് കാണാം. അതാണ് ഈ ഫ്രീസ് ഫ്രെയിമിൻ്റെ പ്രത്യേകത. ഇതിലിപ്പോൾ വീഡിയോ മാത്രം ഫ്രീസ് ആവാനുള്ള അല്ലാണ്ട് നമ്മൾ എഴുതുന്ന ടെക്സ്റ്റും സ്റ്റിക്കേഴ്സൊന്നും ഇതിൽ ഫ്രീസ് ആവില്ല എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാം. നമുക്ക് വീഡിയോനെ ക്രോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് വീഡിയോനെ ക്രോപ്പ് ചെയ്യാം. ഇതാ ഇത്ര ഭാഗം ക്രോപ്പ് ചെയ്ത് കളയണമെങ്കിൽ ക്രോപ്പ് ചെയ്ത് കളയാം. ഞാനിപ്പോൾ ക്രോപ്പൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ വയ്ക്കുകയാണ്. ഞാൻ ഈ ഫ്രീസ് ഫ്രെയിം ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാണ്. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ വീഡിയോ. ഇത്രയ്ക്ക് നമ്മുടെ വീഡിയോ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഈ വീഡിയോ സേവ് ചെയ്യാം. സേവ് ചെയ്യാനായി ഇവിടുത്തെ സേവ് ഓപ്ഷന്മേൽ ക്ലിക്ക് ചെയ്യുക. നമ്മളിത് സേവ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോസിൻ്റെ പോലെ അങ്ങനെ തന്നെ സേവ് ആയി പോവില്ല. നമ്മൾ ക്വാളിറ്റിയും കൂടി ചോദ്യം കൊണ്ട് വരും. ഈ ക്വാളിറ്റിയിൽ നമുക്ക് ഏത് ക്വാളിറ്റിയാണ് വേണ്ടത് ആ ക്വാളിറ്റി ഇടാം. 1080p ഉണ്ട്, അതുപോലെ തന്നെ 720p ഉണ്ട്, 640p ഉണ്ട്. അതിൻ്റെ സൈസും ഇവിടെ കാണിച്ചത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിപ്പോൾ 640pയിലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ കൺവേർട്ട് ആയി കഴിഞ്ഞു. നമുക്കിത് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാം. അതിൽ ഇവിടെ വേണ്ട ഇൻഷോട്ട് എന്നുള്ളത് നിങ്ങൾക്ക് കളയാം. ഞാനിത് സെൻഡ് ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മുടെ വീഡിയോ സെൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിവിടെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ.